വളരെ നാളുകളായുള്ള ആഗ്രഹമായിരുന്നു കാർത്തിക് സ്വാമി ദർശനം. അത് സാധിച്ചു. ഒപ്പം രുദ്രപ്രയാഗും ദേവപ്രയാഗും കണ്ടു. മഹാദേവ ദർശനവും രാമദർശനവും സാധ്യമായി. ഹിമാലയം എന്നും ഒരു ആവേശമാണ്. എല്ലാ ഹിമാലയ യാത്രകളും ഓരോ അനുഭവങ്ങൾ തരുന്നു. പറഞ്ഞറിയിക്കാനാകാത്ത ഒരു സന്തോഷം. മനസ്സു നിറഞ്ഞാണ് മടക്കയാത്രകൾ. ബങ്കി ജമ്പിങ്ങിനുള്ള ടവറുകളാണ് ഈ വലതുവശത്ത് കാണുന്നത്. ധാരാളം അഡ്വഞ്ചർ കമ്പനികൾ ഇപ്പോൾ ഋഷികേശ് കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ട്. റിവർ റാഫ്റ്റിങ്ങിനുള്ള ബോട്ടുകളാണ് ഈ പോകുന്നത്. താഴെ നദിക്കരികിൽ ടെന്റുകൾ കാണാം. ഇതെല്ലാം അഡ്വഞ്ചർ കമ്പനിക്കാരുടേതാണ്. കുറച്ചു കൊല്ലം മുമ്പ് ബദ്രിനാഥ് യാത്രയിൽ പ്രയാഗകളുടെ ദർശനം സാധിച്ചിരുന്നില്ല. ഇനി ഏപ്രിലിൽ വീണ്ടും എത്തണം ദേവപ്രയാഗിൽ. കുറെ സ്ഥലങ്ങൾ ഇനിയും ഇതിനടുത്തായുണ്ട്, അതും കാണണം. ഇനി എന്നാണ് ഏറ്റവും അടുത്തായി വീണ്ടും വരാൻ സാധിക്കുക എന്നാണ് മടങ്ങുമ്പോൾ ആലോചിക്കുക. ഈ മടക്കയാത്രയിലെ പ്രധാന ഉദ്ദേശം ഭീംകോടയിലെ ഭീമൻ പ്രതിഷ്ഠിച്ച മണ്ണു കുഴച്ചുണ്ടാക്കിയ ശിവലിംഗത്തിന്റെ ഇന്നത്തെ അവസ്ഥ കാണുക എന്നതാണ്. ഹരിദ്വാറും ഋഷികേശും 6 പാർട്ടുകളായി വെവ്വേറെ ചിത്രീകരിച്ചതായിരുന്നു. അവയെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ആ സമയം ഭീംകോടയിലെ ശിവലിംഗ പ്രതിഷ്ഠ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. വഴിയിലൊന്ന് നിർത്തി കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സ്ത്രീ 2 ഗ്ലാസ് കരിമ്പിൻ ജ്യൂസ് വാങ്ങി. സ്ത്രീ ശാക്തീകരണം യാത്രയിലുടനീളം കാണാനാകുന്നുണ്ട്. ഹോട്ടലുകൾ നടത്തുന്നവർ, കടകൾ നടത്തുന്നവർ, പലതരം വിൽപ്പനക്കാർ, വഴിയരികിലെ ഫുഡ് സ്റ്റാളുകൾ, ഇവിടങ്ങളിലൊക്കെ പണ്ട് ഉത്തരേന്ത്യയിൽ സ്ത്രീ സാന്നിധ്യം കാണാനേ ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും UPI പേയ്മെന്റുമുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ വിജയം കണ്ടിരിക്കുന്നു. കുമാർ ഭവനിലാണ് ഇന്നത്തെ താമസം. ഇതൊരു ധർമ്മശാലയാണ്. 500 രൂപയെ ഡബിൾ റൂമിനുള്ളൂ. ഡോർമെട്രി സൗകര്യങ്ങളുമുണ്ട്. മുറിയിൽ തണുപ്പിന് രജായിയും ചൂടുവെള്ളത്തിനായി ഗീസറുമുണ്ട്. ഭീംകോടയിൽ നിന്നും 5 മിനിറ്റും അടക്കാനുള്ള ദൂരമേ ഇവിടേക്കുള്ളൂ. റൂം എടുത്തു. തൊട്ടു മുമ്പിലുള്ള ചെറിയ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണവും കഴിച്ചു. സമയം 8:30 10:00 ധർമ്മശാലയുടെ ഗേറ്റ് അടയ്ക്കുന്നതിന് മുൻപായി തിരിച്ചു വരണം. ആളൊഴിഞ്ഞ ഗംഗാതീരവും ചിത്രീകരിക്കണം. ഭീംകോടയിലെത്തി. ഇതാണ് ഭീമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം. പാണ്ഡവരുടെ വാനപ്രസ്ഥ യാത്രയിൽ ഹരിദ്വാറിലെത്തിയപ്പോൾ ഭീമൻ മണ്ണുകുഴച്ചുണ്ടാക്കിയ ശിവലിംഗം. മുകളിലെ ധാരയിൽ നിന്നുള്ള ജലം ശിവലിംഗത്തിന്റെ മുകൾ ഭാഗത്ത് വിടവുകൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതിനുള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും വ്യക്തമായി കാണാം. മണ്ണുകൊണ്ടുണ്ടാക്കിയതിനാലാണ് ഇങ്ങനെ വിടവുകൾ ഉണ്ടായിരിക്കുന്നത്. കല്ലുകൊണ്ടുള്ളതായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. ദ്വാപരയുഗത്തിലെ പാണ്ഡവരുടെ വാനപ്രസ്ഥരംഗങ്ങൾ മനസ്സിലോർത്തു. ഒരു നിമിഷം കണ്ണടച്ചാൽ നമ്മളും അവിടെ സാക്ഷികളായിരുന്നോ എന്ന് തോന്നിപ്പോകും. ഹർക്കി പൗഡിയിലേക്ക് മെല്ലെ നടന്നെത്തി. ഇപ്പോഴും ആൾക്കാരുണ്ട് ഇവിടെ. തണുപ്പിനെ അകറ്റാൻ തീ കാഞ്ഞിരിക്കുന്നു ചിലർ.
ക്ഷേത്രങ്ങളെല്ലാം അടച്ചിരിക്കുകയാണ്. തണുപ്പിനെ വകവയ്ക്കാതെ ഗംഗയിലിറങ്ങി കുളിക്കുന്നവരുമുണ്ട്. ക്ലോക്ക് ടവറിൽ സമയം 9:15 നല്ല തണുത്ത് മരവിപ്പിക്കുന്ന വെള്ളമാണ്. എന്നിട്ടും വിശ്വാസത്തിന് പലതും സാധിക്കാനാകുന്നു. ഇതാണ് ഭീംകോടയ്ക്കടുത്ത് ഞങ്ങൾ താമസിച്ച കുമാർ ഭവന്റെ മുൻപിലെ നഗരക്കാഴ്ച. 7 മണിയായിരിക്കുന്നു. ഭക്ഷണക്കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. ഇനി തിരിച്ച് ഷാലിമാർ ഗാർഡനിലേക്ക് മടക്കം. പുതിയ യാത്രകൾക്കായി. നന്ദി, നമസ്കാരം.